ഹലോ. അപ്പോൾ ഇന്നത്തേന്ന് പറയുമ്പോൾ ഒരു അങ്കണവാടി ഡേ ആണ് കേട്ടോ. നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ദിവസം അങ്കണവാടി പോയതായിരുന്നു. അപ്പോൾ 8:30 പതാക ഉയർത്തുന്നു പറഞ്ഞ് കൊട്ടിപ്പടഞ്ഞ് പോയിട്ട് അവിടെ ചെന്നപ്പോൾ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ ചെന്നിട്ടാണ് ഓരോന്നും ബലൂണും മാലകളും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കുറേ കഴിഞ്ഞിട്ട് ഒരു 9:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും നമ്മുടെ പതാക ഉയർത്തലൊക്കെ ആയപ്പോഴേക്കും. അപ്പോൾ ചെന്നിട്ട് അങ്ങനെ രക്ഷിതാക്കൾ തന്നെയാണ് കേട്ടോ എല്ലാം അറേഞ്ച് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര നേരം കഴിയുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 8:30 ഇവിടുന്ന് പതാക ഉയർത്തിയിട്ട് മോൻ്റെ സ്കൂൾക്ക് 9 മണിക്ക് പോകണമെന്നും കരുതിയതായിരുന്നു. പക്ഷേ ഇവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ സ്കൂളിലേക്കൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പതാക ഉയർത്താൻ നിൽക്കുകയാണ്. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടം, എത്രയും മനോഹരമായി സഹീനമായി ഭവിക്കണം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടം, എത്രയും മനോഹരമായി സഹീനമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സാദരമീ കൊടിയേ കാക്കുക ഭാരതമാതാവേ, കാക്കുക ഭാരതമാതാവേ. അങ്ങനെ നമ്മുടെ പതാക ഉയർത്തലും ദേശീയഗാനം ചൊല്ലലും പ്രസംഗവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുട്ടികളുടെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരെയും ഓരോരുത്തർ വരിക്ക് നിർത്തുകയാണ് കേട്ടോ. നല്ല ബുദ്ധിമുട്ടായിരുന്നു കുട്ടികളെല്ലാവരും അതിൻ്റെ അറേഞ്ച് ചെയ്ത് നിർത്തുക എന്നുള്ളത്. ഒരാൾ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരാൾ വേറെ എങ്ങോട്ടേലും നോക്കും. അങ്ങനെ ഓരോരുത്തരും ചിലരൊക്കെ കരഞ്ഞിട്ടും വാശി പിടിച്ചിട്ടൊക്കെ ആയിട്ട് ആകെ കുറുമ്പും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഐഷു പിന്നെ കരയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫോണിക്കും ക്യാമറയ്ക്കൊന്നും നോക്കാൻ പറഞ്ഞാൽ നേരെ നോക്കിയ നേരെ നിന്ന് കൊടുക്കുക അങ്ങനൊന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ പതാക ഉയർത്തി കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മുട്ടായിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനെ ഒരു 5-10 മിനിറ്റോളം കുട്ടികളുടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം കുറച്ചൊരു റാലി പോലെ പോകാമെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ കൂട്ടിയിട്ട് കുറച്ച് ദൂരത്തേക്ക് ഒന്നിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അങ്കണവാടിയുടെ അവിടുത്തെ ഒരു ചെറിയൊരു റോഡാണ് കേട്ടോ. അപ്പോൾ ആ വഴി കൂടെ അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് നമ്മുടെ ഒരു സ്കൂളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വണ്ടികളും കാര്യങ്ങളും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കുട്ടികളെയും ഒക്കെ കൊണ്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും അവർക്കൊരു സന്തോഷം. അപ്പോൾ കൊടിയും ബലൂണും ഒക്കെ ആയിട്ട് അവരും അങ്ങനെ നടന്ന് നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റാലിയൊക്കെ പോയി വന്ന് പിന്നെയും നമ്മൾ അങ്കണവാടിയുടെ ഉള്ളിൽ കയറി ഇരുന്നിട്ടുണ്ട്. നമ്മൾ പായസ വിതരണം പിന്നെയും ഐഷുവിന് പായസം നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പായസമൊക്കെ കുടിച്ച് പിന്നെ ഒരു 5-10 മിനിറ്റിനൊക്കെ ശേഷം ഒരു 10:30-10:45 ആയിട്ടുണ്ട് കേട്ടോ നമ്മളങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.